بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഫിർദൗസ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ ആരാധന കർമ്മങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ സ്വർഗമാണ് അവൻ ആഗ്രഹിക്കുന്നത്. എത്ര ഇബാദത്തുകൾ കൂട്ടുന്നുവോ നന്നായി ചെയ്യുന്നുവോ സ്വർഗീയ ലോകത്ത് പദവികൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിന് തടസ്സമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. നന്നായി ആരാധനകൾ ചെയ്താലും സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. പല കാരണങ്ങളാലാണത്. അതിലേറെ നിത്യജീവിതത്തിൽ നാമുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ദാനം നൽകുന്നവർ, സകാത്ത് നൽകുന്നവർ, ഉംറയും ഹജ്ജും കഴിയുന്നത്ര ചെയ്യുന്ന ആളുകൾ പരലോകത്തെത്തി നോക്കുമ്പോൾ ഈ ഇബാദത്തിനൊന്നും ഫലം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലേ, യാ റസൂലല്ലാഹ്,
ഫുലാനത്തുൻ തുക്സിറു മിൻ സ്വലാത്തിഹ വസുയാമിഹ വഖിയാമിഹ ഗൈറ അന്നഹ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ. റസൂലേ, ഒരു സ്ത്രീ ധാരാളം നമസ്കാരം നിലനിർത്തുന്നു, നോമ്പെടുക്കുന്നു, ദാനങ്ങൾ നൽകുന്നു, ഒരുപാട് നന്മയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. ആ സ്ത്രീ അവർക്ക് പറ്റുന്ന ഒരബദ്ധം ഗൈറ അന്നഹ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ, അയൽവാസിയെ തൻ്റെ നാവ് കൊണ്ട് ഉപദ്രവിക്കുകയാണ്, എപ്പോഴും ശണ്ട കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ സ്ത്രീയെ കൊണ്ടൊരു സ്വൈര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആലോചിക്കേണ്ടി വന്നില്ല. അവിടുന്ന് പറയുന്നു, ഖാല ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ഏതാണ് ആ സ്ത്രീ? നിസ്കാരത്തിലോ നോമ്പിലോ സക്കാത്തിലോ അമലുകളിലോ ഒരു തകരാറ് സംഭവിക്കാത്ത ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഒരു സ്ത്രീ ആ നിസ്കാരത്തിലൂടെ നോമ്പിലൂടെ സക്കാത്തിലൂടെ തൻ്റെ സ്വഭാവരംഗത്ത് മാറ്റം വരാത്തത് കൊണ്ട് ആ നമസ്കാരമോ ഇബാദത്തുകളോ ഒന്നും ആ പെണ്ണിന് ഫലം ചെയ്യാതെ ഖാല ഹിയ ഫിന്നാർ, ആ സ്ത്രീ നരകത്തിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അള്ളാഹുവിൻ്റെ ഖുർആനാണത്. തീർച്ചയായും നമസ്കാരം അത് തടുക്കുകയാണ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, എല്ലാത്തിൽ നിന്നും ഈ നമസ്കാരം ഒരു മനുഷ്യനെ തടുത്തു നിർത്തിക്കൊണ്ടേയിരിക്കുന്നു, ഒരു മുസ്ലിമിനെ. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പറഞ്ഞ വിഷയം ആമുഖമായി നിങ്ങൾ കേട്ട ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഗൗരവത്തിൽ നാം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. കാരണം അത്രയും ഇബാദത്തുകൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വഭാവ രംഗത്ത് ഈ ഇബാദത്തിൻ്റെ കാതലായ ലക്ഷ്യം നമ്മുടെ സ്വഭാവം നന്നാകലാണ്, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കലാണ്. അത് മാത്രം നമ്മൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഒരു നിസ്കാരമോ ഒരു ഇബാദത്തോ നമ്മൾക്ക് ഗുണം ചെയ്യുകയില്ല എന്ന് ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷ വകാന യഖൂൽ ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മ്ലേച്ഛതകൾ ചെയ്യുന്ന, തോന്നിവാസങ്ങൾ ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഒരു മനുഷ്യനിൽ ഏറ്റവും നല്ലവൻ, അവിടുന്ന് പറയാമായിരുന്നു ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നവനാണെന്ന്, ധാരാളം നന്മകൾ അധികരിപ്പിക്കുന്നവനാണെന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല വ്യക്തി അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ സ്വഭാവം നല്ലവനാണ്. അതുകൊണ്ട് ആ സ്വഭാവം ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത് വേണ്ടത് പരസ്പരം കൂടി നിൽക്കുന്ന ജീവിതത്തിലാണ്. വിവാഹത്തിൻ്റെ വേളയിൽ പോലും ഒരു പെണ്ണിൻ്റെ ബാപ്പയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇദാ ഖാതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുൽഖഹു, ദീനുള്ള അവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പറഞ്ഞത്, നാട്ടിൽ പല നിലക്കും കല്യാണങ്ങൾ കാണാം, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ അവളെ തിരഞ്ഞെടുത്തുകൊണ്ട് വിജയം കൈവരിച്ചോ എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഉപ്പയോട്, വലിയനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇദാ ഖാതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു, ദീനും സ്വഭാവവുമുള്ള ഒരു വ്യക്തി അന്വേഷണം നടത്തുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. എന്തിനാ അത് പറഞ്ഞത്? ഒട്ടേറെ പുരുഷന്മാരുണ്ടായിരിക്കാം, ഇബാദത്തിൽ മുൻപന്തിയില്ല, സകാത്ത് നൽകുന്നവരാ, ദാനം കൊടുക്കുന്നവരാ, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവരാ. പക്ഷെ അഖ്ലാഖിൻ്റെ മേഖലയിൽ, സ്വഭാവത്തിൻ്റെ മേഖലയിൽ
ഈ ഇബാദത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് പോരാ, നിസ്കാരം മാത്രം നന്നായാൽ പോരാ, നോമ്പ് മാത്രം ശരിയായാൽ പോരാ. റസൂലുള്ളാഹി പറയുന്നു, ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളിൽ ഉത്തമരായ ആളുകൾ അഹ്സനുക്കും അഖ്ലാഖ, നന്നായിട്ട് സൽ സ്വഭാവമുള്ള വ്യക്തികളാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പറയാൻ എളുപ്പമാണ്. ഈ സ്വഭാവം നമ്മൾക്കുണ്ടാകണമെങ്കിൽ, സൽ സ്വഭാവം നമ്മൾക്ക് വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മൾക്കുണ്ടായേ പറ്റൂ. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാൻ കഴിയണം, കണ്ണടക്കേണ്ടിടത്ത് കണ്ണടക്കാൻ കഴിയണം. ചിലതൊക്കെ കേൾക്കുമ്പോഴും കേൾക്കാത്തതുപോലെ നടക്കാൻ സാധിക്കണം. കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ പോലും എനിക്കങ്ങോട്ട് അവനെ ഇരുത്താനും ഒതുക്കാനും സാധിക്കുമെങ്കിലും ഞാൻ പഠിച്ചത് അതല്ല, ആ സ്വഭാവമല്ല. അതുകൊണ്ട് തന്നെ അവന് അത് പറയുമ്പോഴും കേൾക്കാത്ത മാത്രയിൽ നടക്കാനും ആ നിലക്ക് ആളുകളോട് പെരുമാറാനും നമ്മൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ ഷൈഇൻ അസ്ഖല ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസനിൻ വ ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ ബദി. മാ മിൻ ഷൈഇൻ അസ്ഖല ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മീസാനിൽ ഇത്രത്തോളം കനം കൂടുന്ന ഒരു കാര്യവുമില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മിൻ ഖുലുഖിൻ ഹസൻ, സൽ സ്വഭാവത്തേക്കാൾ കനം കൂടുന്ന ഒരു അമലുമില്ല. ഏറ്റവും കനം കൂടുന്നത് സ്വഭാവമാണ്. നമ്മൾ പഠിച്ചു ദിക്റുകളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇതാണ് ഏറ്റവും കനം കൂടുന്നത് മീസാനിൽ, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ. എന്നാൽ ചെയ്യുന്ന വിഷയങ്ങളിൽ നമ്മുടെ സ്വഭാവത്തോളം ഒരു മുഅ്മിനിന്റെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു കാര്യവുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹുവിന് വെറുപ്പാണ് വ ഇന്നല്ലാഹ യുബ്ഗിദു അൽ ഫാഹിഷ് അൽ ബദി, നീച പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതിൽ കുത്തുവാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ, വൃത്തികേടുകൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഒന്നാമത് നമ്മളിൽ ഏറ്റവും ഉത്തമർ സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞത്, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഅൽതഫുഹും ബിഅഹ്ലി. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർത്തിയായ വ്യക്തികൾ അഹ്സനുഹും ഖുലുഖാ, സൽ സ്വഭാവത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. വഅൽതഫുഹും ബിഅഹ്ലിഹി, തൻ്റെ കുടുംബത്തോട്, തൻ്റെ ഇണയോട്, തൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന വ്യക്തികൾ ആരോ അവരാണ് ഏറ്റവും നല്ല വ്യക്തികൾ. അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിലൂടെ, റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ വഅന ഖൈറുക്കും ലിഅഹ്ലി, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും എൻ്റെ കുടുംബത്തോട് നന്നായി സ്വഭാവത്തിൽ വർത്തിക്കുന്നവനാണ് ഞാൻ. എന്തിനാ റസൂലുള്ളാഹി ഇത് പറയുന്നത്? അല്ലേ, നിസ്കാരക്കാരല്ല നല്ലവർ, നോമ്പുകാര് മാത്രമല്ല നല്ലവർ, ഖുലുഖ് നന്നായോ അഖ്ലാഖ് നന്നായോ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ സ്ഥാനമുള്ളവൻ. അതും ആ സ്വഭാവം ഏറ്റവും നന്നാക്കേണ്ടത് നാട്ടുകാരോടല്ല, പുറത്തുള്ള ആളുകളോടല്ല, ജോലിസ്ഥലത്തുള്ള വ്യക്തികളോടല്ല, തൻ്റെ തൊഴിലാളികളോടോ, തൻ്റെ മുദീറുമാരോടോ, തൻ്റെ ആരൊക്കെയാണോ തൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അവരോടോ ഒരാളോടുമല്ല. ഏറ്റവും അയാളുടെ സ്വഭാവം നേളിച്ചു നിൽക്കേണ്ടത് തൻ്റെ വീട്ടിലാണ്, താൻ അങ്ങനെയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹ്സനുഹും അഖ്ലാഖ. സ്വഭാവം നന്നാക്കുമ്പോൾ ലഭിക്കുന്ന മെച്ചമാണത്. ഇന്ന മിൻ
അഹബ്ബിക്കും ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഹബീബായവർ, വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ചാരത്തിരിക്കാൻ, എൻ്റെ അടുത്തിരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ അഹ്സനുഹും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ്. അല്ലേ? ആരാ കൊതിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയിരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. ദുനിയാവിൽ ഇന്ന് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്ന ഒരു ലോകമറിയപ്പെടുന്ന ഒരു കായിക താരം ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് വരുമെന്ന് കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് റിയാല് മുടക്കിയിട്ട് ടിക്കറ്റ് എടുക്കാൻ ആളുകളുണ്ട്. എന്തിനാ? ആ വ്യക്തി വരുന്ന ആ ഗ്യാലറിയിൽ എനിക്കിരിക്കാൻ, ആ കളിക്കളത്തിലിരുന്ന് കളി കാണാൻ. ഈ വ്യക്തി ഇന്ന് ഹോട്ടലിൽ റൂം എടുക്കുന്നു, അയാളെ കാണാൻ എത്ര ആളുകൾ തിരക്ക് കൂട്ടുന്നു. ആളുകൾക്ക് അതൊരു അഭിമാനമാണ്. ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. താൻ സ്നേഹിക്കുന്നവർ, താൻ ഇഷ്ടപ്പെടുന്നവർ, തനിക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ, അവരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ, അവൻ്റെ കൂടെ ഒന്ന് യാത്രകൾ ചെയ്യാൻ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്നാൽ ആകാശത്തിന് ചുവട്ടിൽ ലോകത്തെ ഏറ്റവും നല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഇന്നമിൻ അഹബ്ബിക്കും ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുപോലെ തന്നെ വാഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്ത് ഞാൻ ഇരുത്തുന്നവർ, എൻ്റെ അടുത്തിരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, ഒരുപാട് നോമ്പെടുത്തവരോ, ഒരുപാട് നമസ്കരിച്ചവരോ, ഒരുപാട് അമലുകൾ ചെയ്തവരോ അതുകൊണ്ട് മാത്രം ചെയ്തവരല്ല, മറിച്ചോ അഹ്സനുഹും അഖ്ലാഖ, സ്വഭാവം നല്ലവരാണോ, വിനയമുണ്ടോ ജീവിതത്തിൽ, ആളുകളോട് കടുകട്ടിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അല്ലേ? സലാം പറയുമ്പോൾ സലാം പറയാൻ മടിയുള്ളവർ, ആ സലാം പറയുമ്പോൾ തന്നെ ഒന്ന് കൈ കൊടുക്കാൻ മടിയുള്ളവർ, ഒരു വിനയം കാണിക്കുന്ന സ്വഭാവം, സംസാരിക്കുന്ന സ്വഭാവം, എപ്പോഴും അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി. ഇവരൊന്നും തൻ്റെ ദർജയിലുള്ള ആളുകളല്ല, ഇവരൊന്നും തൻ്റെ കൂടെ നടക്കേണ്ടവരല്ല, ഞാനൊന്നും ഇവരോട് സംസാരിക്കേണ്ടവരല്ല. ഒരാളുടെ മുഖത്ത് പോലും നോക്കാതെ ആ നിലക്ക് വാശി പിടിച്ച് മസിൽ പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അല്ല, അതല്ല വേണ്ടത്. എപ്പോഴും സ്വഭാവം നന്നാകണം. ഏത് വ്യക്തിയോടും ഏത് മജ്ലിസിലും കയറിയിരിക്കണം എന്നതല്ല പറയുന്നത്. തൻ്റെ നിലവാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, തൻ്റെ എല്ലാത്തിനെയും മാനിച്ചുകൊണ്ട്, ഹറാമുകളിൽ നിന്ന് തനിക്ക് കൃത്യമായ ഒരു വലയം വെച്ചുകൊണ്ട് നല്ല കൂട്ടുകെട്ട് അതുണ്ടാക്കി അവരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ആ നിലക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ കൂടെയിരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവിൽ നാം ചെയ്യുന്ന നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ദർജയിൽ സ്വഭാവം കൊണ്ട് നിങ്ങൾക്കെത്താൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾക്കിത് കാണാമായിരുന്നു അവിടുത്തെ ഈ സ്വഭാവം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രാ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അഅറാബി വന്നു. ആ അഅറാബി വന്നിട്ട് അഅറാബി, ആ അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് അവിടുത്തെ കഴുത്തിൽ, ആ അഅറാബി അവിടുത്തെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുണ്ട്, ഒരു ഷാൾ, അതിങ്ങനെ പിടിച്ച് മുറുക്കുകയാണ്. ആ മുറുക്കലിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ ഇങ്ങനെ രക്തം പൊടിപൊടിക്കുന്നത് ഞാനിങ്ങനെ കാണുകയാണെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് അഅറാബി പറയുന്നു, യാ മുഹമ്മദ്, മുഹമ്മദേ, മുർലി മിമ്മാലിൽ, അള്ളാഹു നിനക്ക് കുറേ പണം തന്നിട്ടില്ലേ, ആ പണത്തിൽ നിന്ന് എനിക്കും കുറേ പണം താ. അഅറാബിയുടെ ശൈലി എങ്ങനെയാ? റസൂലേ എന്നല്ല വിളി, മുഹമ്മദേ എന്നാ വിളി. അള്ളാഹ് തന്ന പണത്തിൽ നിന്ന് എനിക്കും പണം താ മുഹമ്മദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി, അഅറാബിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അനസിനോട് പറഞ്ഞു, അനസേ, എന്തെങ്കിലും ഈ സഹോദരന് നൽകണം. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പിടുത്തം വന്നത്. വല്ലാതെ വേദനിച്ചു, രക്തം പൊടിഞ്ഞു. എന്നിട്ടും
അവിടുത്തെ സ്വഭാവം അവിടുന്ന് ആ നിലക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുക, ദേഷ്യം കാണിക്കലല്ല. ഏത് സമയത്തും അതെങ്ങനെയായിരുന്നു. ഒരു അഅറാബി മദീനത്തെ മസ്ജിദിലേക്ക് വന്നു, മൂത്രമൊഴിക്കുന്നു. ആളുകളൊക്കെ എഴുന്നേറ്റു, തടുക്കാൻ എഴുന്നേൽക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വിട്ടേച്ചേക്ക്, ദഅു, അയാൾ ഒഴിവാക്ക്, അയാളത് മുഴുവനായിട്ട് മൂത്രമൊഴിക്കട്ടെ. മുഴുവനായിട്ട് മൂത്രമൊഴിപ്പിക്കുന്നു. എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് അത് കഴുകാൻ വേണ്ടി പറയാണ്. എന്തിനാണിത് പ്രിയപ്പെട്ടവരെ? അവിടുത്തെ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ വരച്ച് കാണിക്കുക എന്തായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമെന്ന്. ഇന്ന് പകയും വിദ്വേഷവും ദേഷ്യവും എല്ലാം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തൻ്റെ എതിരാളിയെ എവിടെയൊക്കെ തനിക്ക് കുത്താൻ പറ്റുമോ അവിടേക്ക് ഇരുത്തുകയാണ്, അല്ലേ? ഉപ്പയും മക്കളും തമ്മിൽ പ്രശ്നം, ഒരവസരം കാത്തു നിൽക്കുന്നു. ബാപ്പക്ക് പകരം വീട്ടാൻ ആര്? മക്കൾ. മക്കൾക്ക് പകരം വീട്ടാൻ ആര്? ഉപ്പ. കുടുംബക്കാർ. ചെറിയ വിഷയമാ, അതിൻ്റെ പേരിൽ പോലും പരസ്പരമുള്ള ഈ പകവീട്ടലും കുത്തിക്കീറലും ഒരാൾക്കും അവസാനിക്കുന്നില്ല. രാഷ്ട്രീയക്കാരും മതമുള്ളവരും അതിൽ പ്രവർത്തിക്കുന്നവരും കൂട്ടുകാരും ഒന്നിച്ച് കിടന്നുറങ്ങുന്നവരും എല്ലാവരും, അല്ലേ സഹോദരങ്ങളെ? ഇത്ര ആളുകളാ ഈ നിലക്ക് ചതിക്കാനും ഉറ്റുകൊടുക്കാനും എല്ലാത്തിനും ആളുകളുണ്ട്. കൂട്ടുകാരൻ്റെ കൂടെ ഒരേ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്ന ജോലിയും തൻ്റെ കൂട്ടുകാരൻ ലഭിക്കുന്ന പണവും ശമ്പളവും കൃത്യമായിട്ടറിഞ്ഞ് അത് ഈ രാജ്യത്തെ ആളുകൾ തന്നെ, ഈ രാജ്യത്തെ അക്രമികളായ ആളുകൾക്ക് അതൊറ്റിക്കൊടുത്ത് എന്നിട്ട് അതിൽ കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ആളുകൾ. ഏത് നമ്മൾ മലയാളികൾ മറ്റൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരുമയിലാണ്, ഒന്നിച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മനുഷ്യൻ്റെ സ്വഭാവ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഏത് സമയത്തും നമ്മൾ പഠിച്ചു വെച്ചോ, ഞാനൊരു മുസ്ലിമാണ്, എനിക്കെൻ്റെ ഒരു മുഖമുദ്രയുണ്ട്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് കാത്ത് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാ നമ്മൾ. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ ഹദീസ്? എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും എത്ര ദാനങ്ങൾ നൽകിയാലും സ്വഭാവ രംഗത്ത് നാം പിറകിലാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മീതെ നമ്മുടെ ഇബാദത്തുകൾ അത് പോകുന്നതല്ലേ. അതുകൊണ്ട് ആ സ്ത്രീ നരകത്തിലാണെന്ന് പറഞ്ഞത്. പ്രവാചകരെ, മറ്റൊരു സ്ത്രീയുണ്ട് ഇബാദത്തിൽ പിന്നില, നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ ഒരൽപ്പം പിറകില. പക്ഷേ ആ വ്യക്തി ഈ സ്വഭാവ രംഗത്ത് ആളുകൾ കിമ്പമുള്ളവരാണ്. ആ നിലക്ക് അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു. അതുകൊണ്ടാ പറഞ്ഞത് റസൂലുള്ളാഹി പറയുന്നു, ജനങ്ങളോട് ഏറ്റവും നല്ല നിലക്ക് സ്വഭാവത്തിൽ വർത്തിക്കണം. ഇതൊരു വസിയത്താ റസൂലുള്ളാഹി നൽകുന്നത്. ജനങ്ങളോട് പെരുമാറുമ്പോൾ, ആളുകളോട് ഇടപഴകുമ്പോൾ, നിന്റെ സംസാരം കേൾക്കുമ്പോൾ ഒരാൾക്ക് നിന്നോട് വെറുപ്പ് തോന്നരുത്. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഓരോരുത്തരെ വിലയിരുത്തലുണ്ട്. അയാൾ സംസാരിക്കാൻ കൊള്ളില്ല, അയാൾക്ക് വല്ലാത്ത ഗർവ, വല്ലാത്ത കിബറ, അയാൾ എൻ്റെ കൂടെ നടന്നവനാ, എൻ്റെ കൂടെ കിടന്നുറങ്ങിയതാ, ഇന്ന് അയാളൊരു പൊസിഷനിലെത്തി, വലിയൊരു നിലയിലെത്തി, ഇന്ന് അയാൾക്ക് വേണ്ട, സലാം പറയണ്ട, വിളിക്കുമ്പോൾ ആ ഫോൺ ഇല്ല, എൻ്റെ ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ? എനിക്ക് പണം കുറവുണ്ട്, എനിക്ക് ആ നിലക്കുള്ള സ്വാധീനം കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ഒരാളും ആ നിലക്ക് പറയുന്നൊരവസ്ഥ നമ്മൾക്കുണ്ടാകരുത്. ഏത് സമയത്തും ഏത് വ്യക്തികളോടും നമ്മൾക്ക് നല്ല സ്വഭാവങ്ങൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, യുദ്ധത്തിൽ തിരിച്ചോടുക എന്നുള്ളത്, യുദ്ധഭൂമിയിൽ ഒളിച്ചോടുക എന്നുള്ളത് വലിയൊരു തെറ്റാ. ഉഹദ് യുദ്ധഭൂമിയിൽ സ്വഹാബികൾക്ക് ആ തെറ്റ് സംഭവിച്ചു. ചില സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന ഒരു വാർത്ത വരുന്നു. ആ റസൂലുള്ളാഹി മരിച്ചു എന്ന വാർത്ത കേൾക്കലോടുകൂടി പല സ്വഹാബികളും പറഞ്ഞു, ഇനി എന്തിനാ യുദ്ധം ചെയ്യുന്നത്, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, റസൂലുള്ളാഹി മരിച്ചു, ഇനി വേണ്ട, നമ്മൾക്ക് പോകാം. മദീനത്തേക്ക് എത്തി. ചിലരൊക്കെ വിചാരിച്ചു നമ്മൾക്ക് പഴയ മതത്തിലേക്ക് തന്നെ പോകാം. ഇത് കഴിഞ്ഞു, പരാജയം സംഭവിച്ചു. പോകുമ്പോഴും ചില സഹാബികളൊക്കെ വഴിയോരത്ത് വെച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആദർശത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങിയതെങ്കിൽ
ആ ആദർശം മരിച്ചിട്ടില്ല, അതോടെ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് വാ, യുദ്ധത്തിലേക്ക് വാ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ചിലരൊക്കെ തോറ്റോടി, പിരിഞ്ഞോടി. സബഉൽ മൂബിഖാത്തിൽ എണ്ണിയ പാപമാണ് നമുക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നിട്ടും അല്ലാഹ് ആയത്തിറക്കി, റസൂലേ, പരുഷമായ ഒരു സ്വഭാവവും അവരോട് എടുക്കാൻ പാടില്ല. ഒരു നടപടിയും ആ സമയത്ത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് പിന്നോട്ടേക്ക് മാറിപ്പോയ ആ സഹാബികളോട് എടുക്കാൻ പാടില്ല. അവർക്ക് മാപ്പ് കൊടുക്കണം, പുറത്തു അവർക്ക് വേണ്ടി അള്ളാഹുവോട് മാപ്പിരക്കണം, വിട്ടുവീഴ്ച നൽകണം, അല്ലേ? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു ആയത്തിറക്കി ഖുർആനിൽ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ നിഅമത്തൊന്നുകൊണ്ട് മാത്രമാണ് ലിൻതലഹും, അവരോട് താങ്കൾക്ക് കരുണ കാണിക്കാൻ കഴിയുന്നത്. അള്ളാഹിൻ്റെ കാരുണ്യം അള്ളാഹിൻ്റെ നിഅമത്തിൽപ്പെട്ടതാണ്, അള്ളാഹിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി, റസൂലേ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയാണെങ്കിൽ, ആ നിലക്ക് കഠിന ഹൃദയനാണെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക്, ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല, എല്ലാവരും മാറിപ്പോകും, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സ്വഭാവം കൊണ്ടാ കൂടെ നിൽക്കുന്നത്. നമ്മളും പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. പ്രബോധകന്മാരും ദഅവത്ത് ചെയ്യുന്നവരും സംഘടിപ്പിക്കുന്നവരും കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരും എല്ലാവരും നമ്മുടെ ഈ വാചകങ്ങൾ കൊണ്ടോ നമ്മുടെ ഈ ദഅവത്ത് കൊണ്ടോ ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം ആളുകൾ കൂടെ നിൽക്കില്ല. പറയുന്ന വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും ആളുകൾ നമ്മുടെ കൂടെ വരാൻ. എന്താ ആളുകൾക്ക് നമ്മിലേക്ക് വരാൻ മടി? എൻ്റെ സ്വഭാവം കൊണ്ടാ. ആളുകൾ പറയുന്നു അത്, അല്ലേ? ഇത് പറയുമ്പോൾ മാത്രമാണ് ഇയാൾ ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ റോഡിൽ കണ്ടാലും താമസ സ്ഥലത്ത് വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അയാൾക്ക് എന്നെ പരിചയം തന്നെ ഇല്ലാത്ത രീതിയിലാണ് അയാളുടെ നടപ്പ്. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അല്ലേ? എന്നെപ്പറ്റി പറയാറില്ലേ, നമ്മെപ്പറ്റി പറയാറില്ലേ? സഹോദരങ്ങളെ, നമ്മളിത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിക്കോ, ഏറ്റവും ഗൗരവത്തിൽ പഠിച്ചു വെച്ചോ. അതുകൊണ്ട് നല്ല സ്വഭാവമായിരിക്കണം ഏത് രംഗത്തും നമ്മൾക്കുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാ ഭാഗങ്ങളിലും കാത്തു സൂക്ഷിച്ചു. അവിടുത്തെ കുടുംബജീവിതത്തിൽ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും യുദ്ധഭൂമിയിൽ വെച്ച് തിരിഞ്ഞോടിയ സ്വഹാബികൾക്ക് പോലും അവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യമായി ഇടപെടണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞുവെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് രംഗത്തും നമ്മൾക്ക് സാധിക്കണം. നല്ല സ്വഭാവമുള്ളവർക്ക് ഇത് കഴിയൂ. ആളുകൾക്ക് മാപ്പ് കൊടുത്തേക്ക്, വിട്ടുകൊടുത്തേക്ക്. ഏത് സമയത്ത് അവർ നമ്മളോട് അനീതി കാണിക്കുന്ന സമയത്ത് പോലും സഹോദരങ്ങളെ പൊറുക്കാൻ സാധിക്കണം. ഭാര്യയിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ അവസരം കാത്തിരിക്കും ഭർത്താവ് അവളെ പിടിക്കാൻ. അതിന് പകരം വീട്ടാൻ ഭാര്യ അവസരം കാത്തിരിക്കും ഭർത്താവിൻ്റെ ഒരു ചെറിയ ന്യൂനത കണ്ടുപിടിക്കാൻ. ജ്യേഷ്ഠാനുജന്മാർ, ആങ്ങളപെങ്ങന്മാർ, ഒന്നിച്ച് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും തമ്മിലൊന്ന് തെറ്റുമ്പോഴത്തേക്ക് ആകെ മാറുകയാണ്, അല്ലേ? സ്കരിക്കുന്ന ആളുകൾ പോലും ഇതാ അവർക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. വ്യക്തി തെറ്റുകൾ അത് ചുഴിന്നെടുത്ത് അത് യൂട്യൂബിലിട്ട് ലോകത്തെ കാണിക്കാൻ എല്ലാവരും, എന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, അല്ലേ? സഹോദരങ്ങളെ, നമുക്കതുണ്ടാകരുത്, നമ്മൾക്കത് പാടില്ല. എന്തുകൊണ്ടാ? ഏത് മനുഷ്യർക്കും അബദ്ധങ്ങൾ വരാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ലൗലം തദ്രിബു ലദഹബല്ലാഹു ബിക്കും. നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ മനുഷ്യരല്ലേ, അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും. സുമ്മ അതാ ബിഖൗമിൻ, എന്നിട്ട് മറ്റൊരു ജനതയെ അല്ലാഹു കൊണ്ടുവരും. ബിദുനൂബി യദ്രിബൂന, അവർ തെറ്റുകൾ ചെയ്യും. സുമ്മ യസ്തഗ്ഫിറൂന, അള്ളാഹുവോട് അവർ മാപ്പ് ചോദിക്കും. ഇവരെ അള്ളാഹ്ക്ക് ഇഷ്ടം. ഒരു തെറ്റും നിങ്ങൾ ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ അങ്ങ് നശിപ്പിച്ചു. അള്ളാഹ് മറ്റൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവന്നു. അവർ ഒരുപാട് അബദ്ധങ്ങൾ അവരിൽ സംഭവിക്കും. അവർ അള്ളാഹുവോട് മാപ്പിരക്കും. തെളിവല്ലട്ടോ, തെറ്റിദ്ധരിക്കരുത്. തെറ്റ് ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൽ ഇസ്തിഗ്ഫാറിനാണ് പ്രാധാന്യം ഈ ഹദീസിൽ. അഥവാ
അബദ്ധങ്ങൾ വരുന്ന മനുഷ്യരെ അള്ള ഒഴിവാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത്? അബദ്ധങ്ങൾ വന്നു പോകുന്ന വ്യക്തികൾ, തെറ്റുകൾ സംഭവിക്കുന്ന വ്യക്തികൾ, അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഏതാണ് ആ വ്യക്തികൾ? അബദ്ധങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥമായി ആർക്കും വേണ്ടിയല്ല, നാഥാ എൻ്റെ ഈമാനിൻ്റെ ദുർബലത കൊണ്ടും എനിക്കറിവില്ലായ്മ കൊണ്ടും എൻ്റെ സാഹചര്യം കൊണ്ടും എന്നിൽ അബദ്ധങ്ങൾ വന്നു പോകുന്നു, എന്നോട് പൊറുക്കണേ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, നാം അവനെ, ആ വിഭാഗത്തെ, ആ ഒരു കൂട്ടത്തെ നാം ബഹിഷ്കരിച്ചാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും നമ്മളെക്കാൾ ശുദ്ധർ അവരാണ്. അതുകൊണ്ടാണ് വ്യഭിചാരം സംഭവിച്ചു പോയി കല്ലേറുകൊണ്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുമ്പോൾ ഉമറെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു, പ്രവാചകരെ, വ്യഭിചരിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇമാമത്തിൽ നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എന്തറിയാം നിങ്ങൾക്ക്? മദീനത്തെ നിങ്ങളുടെ തൗബയും 70 ആളുകളുടെ തൗബയും ഈ പെണ്ണിന്റെ തൗബയും തൂക്കി നോക്കുമ്പോൾ പടച്ച റബ്ബിന്റെ അടുക്കൽ കനം തൂങ്ങുന്നത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവൾ ഈ സഹോദരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലേ? അതാണ് അബദ്ധങ്ങൾ വന്ന വ്യക്തിയോട് പോലും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ സമീപനം. നമ്മളങ്ങനെയല്ല. എൻ്റെ കക്ഷിയിൽപ്പെട്ട വ്യക്തിയാണ് അബദ്ധം ചെയ്തതെങ്കിൽ പരമാവധി മൂടി വെക്കും. അപ്പുറത്തുള്ളവരാണെങ്കിലോ പരമാവധി ഇത് പ്രോത്സാഹിപ്പിക്കും. നമുക്കിതുണ്ടാകാൻ പാടില്ല. ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ചുഴിഞ്ഞെടുക്കാൻ നമ്മൾ പാടില്ല. ഇന്ന് സ്വന്തം വീട്ടിൽ പോലും നമ്മൾ ഈ നിലക്കല്ല. ആളുകൾക്ക് വാശിയാണ്, ആളുകൾ എന്തോ ഒരു ലോകത്താണ്. അത് സഹോദരങ്ങളെ കഠിന ഹൃദയരും പരുഷ സ്വഭാവവും ഉള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം എപ്പോഴും നന്നായിരിക്കണം. അതുകൊണ്ടാണ് ആളുകളൊക്കെ പറയുന്നതും എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുക. ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞു, വീട്ടിൽ, കുടുംബത്തിൽ, കൂട്ടുകെട്ടിൽ എന്തോ ഒരു അബദ്ധങ്ങൾ വന്നുപോയി, തെറ്റിദ്ധാരണ വന്നുപോയി. അത് വന്നാലും ആ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കും. പക്ഷെ ആളുകളുടെ സ്വഭാവത്തിൽ വരുന്ന മോശപ്പെട്ട ചില കാര്യങ്ങൾ രണ്ടാമത് എപ്പോഴെങ്കിലും അതേ വ്യക്തിക്ക് ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ ആദ്യം എടുത്തു പറയുന്നത് മുൻകാല ജീവിതത്തിലെ ഈ ന്യൂനതകൾ തന്നെയാണ്. ഇതാണ് ഒരു മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കാൻ കാരണം. അതല്ല, ചെയ്ത അബദ്ധങ്ങൾ ചെയ്തവരോട് പോലും എങ്ങനെയാണ് സ്വഭാവത്തിൽ ഏത് നിലയ്ക്ക് ജീവിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ? തെറ്റുകൾ തിരുത്തുമ്പോൾ പോലും നിരന്തരമായി കള്ളു കുടിച്ച ഒരു വ്യക്തി, ഒരു സ്വഹാബി, അദ്ദേഹത്തിന് റസൂലുള്ളാഹിയുടെ അടി ലഭിക്കാറുണ്ട്, ശിക്ഷ ലഭിക്കാറുണ്ട്. ഒരു ദിവസം മറ്റു സ്വഹാബികൾ പറഞ്ഞു പോയി, എത്ര തവണയാണ് തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ നിലയ്ക്കൊരു മോശപ്പെട്ട സംസാരം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞില്ല, അരുത്. അദ്ദേഹം അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാ, അതുകൊണ്ട് പാടില്ല. അല്ലേ? ഒരു കഥ പറഞ്ഞു തന്നു നമ്മൾക്ക്. മുൻകാലത്ത് ഒരു ആലിമുണ്ടായിരുന്നു, അഥവാ ഒരു നന്നായി ഉപദേശങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഒരു തോന്നിവാസിയും ഉണ്ടായിരുന്നു. ഈ തോന്നിവാസി എപ്പോൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ഈ മറ്റേ സ്വാലിഹായ വ്യക്തി ഉപദേശം നൽകും. പക്ഷെ അയാൾ അവസാനിപ്പിക്കുന്നില്ല ഈ തെറ്റ്. എന്നാൽ ഒരു ദിവസം വളരെ മോശപ്പെട്ടൊരു തെറ്റ് ചെയ്തപ്പോൾ ഈ വ്യക്തി, നല്ല വ്യക്തി പറഞ്ഞു പോയി, എത്ര കാലമായി നിന്നെ ഇത് ഉപദേശിക്കുന്നു, അതുകൊണ്ട് അള്ളാഹു നിന്നെയൊന്നും ഒരു കാലത്തും സ്വർഗത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്ത വ്യക്തിയെയാണ് ഉപദേശിക്കുന്നത്. പക്ഷെ ആ ഉപദേശിക്കുമ്പോൾ പോലും ഭാഷ ഒരല്പം കൂടിപ്പോയി. പറഞ്ഞു, അള്ളാഹ് നിന്നെയൊന്നും ഒരിക്കലും സ്വർഗത്ത് പ്രവേശിപ്പിക്കില്ല. റസൂലുള്ളാഹി പറയുന്നു, ആ ഒരൊറ്റ വാചകം കൊണ്ട് ആ തോന്നിവാസിയെ അള്ളാഹ് സ്വർഗത്തിലേക്കും ഉപദേശിച്ച വ്യക്തിയെ അള്ളാഹ് നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നു. എന്തുകൊണ്ടാ? സ്വർഗ നരകങ്ങൾ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് പറഞ്ഞു പോയി. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാ സഹോദരങ്ങളെ. ഇത് ഏത് സമയത്തും ശ്രദ്ധിച്ചു. എല്ലാവരോടും നല്ല പോലെ പെരുമാറാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വഭാവം നന്നാകുന്നതിൽ ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ വിട്ടുവീഴ്ച നൽകുക. നമ്മൾ മാപ്പ് കൊടുത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത്, അല്ലേ, ഒരു
വ്യക്തി അദ്ദേഹത്തോട് എതിർത്ത് സംസാരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. നീതി നടപ്പാക്കുന്ന ഉമർ നീതി നടപ്പാക്കുന്നില്ല എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചത്. ആ സമയത്ത് ഉമർ അദ്ദേഹത്തിനെതിരെ തിരിയുമ്പോൾ ഉമർ നീതി നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ ഇവിടെ നീതി നടപ്പാക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു സഹാബി ഉമറിനൊരു ആയത്തോതി കൊടുത്ത്, ഉമറെ ഫഅഫു അൻഹും, മാപ്പ് കൊടുത്തേക്ക്, വസ്ഫ അല്ലേ, അവഗണിച്ചേക്ക്, മാപ്പ് കൊടുത്തേക്ക്, അവഗണിച്ചേക്ക്, വഅരിൽ അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് അവരെ അവഗണിച്ച് മാറിക്കളാം. ഈ ആയത്തങ്ങ് ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹം പറയാണ്, അല്ലേ, അദ്ദേഹം സംസാരിച്ചത് അത് മാപ്പ് കൊടുത്തേക്ക്, സംഭവം പറ്റിപ്പോയി, മാറി നിന്ന് അത് ഒഴിവാക്കിയേച്ച്. അവിവേകം കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ നടപടിയെടുക്കല്ലേ. ആദ്യമായിട്ട് ഈ ആയത്ത് കേൾക്കുന്നത് പോലെ ഉമർ റളിയല്ലാഹുവിന് തോന്നുകയാണ്. നിങ്ങൾ നോക്ക്, ഇതാ നമ്മൾക്ക് വേണ്ടത്. ആരെങ്കിലും ഒരബദ്ധങ്ങൾ വരുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മനുഷ്യർക്കാണ് അബദ്ധങ്ങൾ വരിക, നിങ്ങൾ അബദ്ധങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങളെ മാറ്റും. അബദ്ധങ്ങൾ വരും, എന്നിട്ട് അള്ളാഹിനോട് അവർ ഇസ്തിഗ്ഫാർ ചോദിക്കും. അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. എല്ലാ മനുഷ്യരും, അല്ലേ, കുല്ലു ബനി ആദമ ഖത്വാഊൻ വ ഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, എല്ലാ മനുഷ്യർക്കും അബദ്ധങ്ങൾ വരാം. തെറ്റ് തിരുത്തുന്നവരും അതിനേക്കാൾ തെറ്റുകൾ ചെയ്യുന്നവരാ, മറക്കരുത്. അബദ്ധങ്ങൾ ആർക്ക് വരുമ്പോഴും മനസ്സിലാക്കുക, മനുഷ്യരല്ലേ, മലക്കല്ലല്ലോ, അബദ്ധങ്ങൾ വരാം. എന്നാൽ ആ തെറ്റിൽ ഉറച്ചു നിൽക്കൽ ഒരു മുസ്ലിമല്ല, മുനാഫിഖാണ്, തെമ്മാടിയാണ് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നത്. നല്ല ഒരു മുസ്ലിം അബദ്ധങ്ങൾ വരുമ്പോൾ വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ് തെറ്റുകാരിൽ ഏറ്റവും ഉത്തമർ. അല്ലേ, അള്ളാഹ് എല്ലാം പുറത്തു കൊടുക്കുന്നു, അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു കൊടുക്കുന്നു. അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നു, നീ ഇഷ്ടപ്പെടുന്നില്ലേ, അലാ തുഹിബ്ബൂന അയഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിനക്ക് പൊറുക്കണമെന്ന് നീ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലേ, ഇതാ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മിമ്പറിൽ നിന്ന് എത്രയോ ഖുത്ബകളിൽ ഉപയോഗിച്ച ശൈലി, മാ ബാലു അഖ്വാമിൻ യഫ്അലൂന കദാ യഖൂലൂന കദാ, അല്ലേ, എന്തേ ചില ആളുകളൊക്കെ ഇങ്ങനെ, അവരിങ്ങനെയൊക്കെ പറയുന്നു, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്തോ ചില തെറ്റുകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മിമ്പറിൽ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ശൈലിയാണിത്. ഇന്ന വ്യക്തി ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ വെച്ച് അപമാനിക്കലല്ല, മറിച്ച് അവിടുന്ന് പറയുന്നു, എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്കറിയാം എൻ്റെ തെറ്റിനെക്കുറിച്ചായി സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഗൗരവത്തിലുള്ള ഒരു തെറ്റാണ് നമസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കേണ്ടതിന് പകരം കണ്ണുകൾ ഉയർത്തി നോക്കുക, ചുമരുകളിലേക്ക് മുകളിലേക്ക് നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാ ഫിസ്സലാത്ത്, നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കുന്ന ആളുകൾ എന്താ അവർ ചെയ്യുന്നത്? അതവർ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അല്ലാഹു തആല റാഞ്ചിക്കൊണ്ടു പോകുന്നത് അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. അല്ലേ, ഏതവസരത്തിലും ശൈലി അങ്ങനെയാണ്. ആളുകളെ പരസ്യമായിട്ട് അപമാനിക്കലല്ല. ഇത് എല്ലാവരും നമ്മൾ ഈ ഒരു മനഃശാസ്ത്രം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു സദസ്സിലിട്ട്, ഒരു സമൂഹത്തിൻ്റെ മുമ്പിലിട്ട് ഒരാൾ ചെയ്ത തെറ്റിങ്ങനെ പറഞ്ഞ് അയാളെ വിഷമിപ്പിക്കുമ്പോൾ അയാൾക്കത് തോന്നലല്ല, മറിച്ച് അയാൾക്ക് തന്നെ തിരുത്തുന്ന, തന്നെക്കുറിച്ച് പറയുന്ന വ്യക്തിയോട് അത്രയും വെറുപ്പും അറപ്പും ആ സമയത്തുണ്ടാകുന്നു. നേരെ മറിച്ച്, അല്ലേ, തെറ്റിനെക്കുറിച്ച് പറയുക, ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. മുഴുകുടിയനാണെങ്കിലും എൻ്റെ റൂമിൽ താമസിക്കുന്നവനാണെങ്കിലും അവൻ്റെ തോളിലും പിടിച്ചുകൊണ്ട് അവരെ നന്മയുടെ പാന്താവിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഒരാളെയും അവഗണിച്ച് മാറ്റലില്ല. ഒരു തെറ്റുകളിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ആ വ്യക്തിയെ, ആ സഹോദരനെ, ആ കുടുംബത്തെ, ആ കൂട്ടുകാരനെ, കൂടെ താമസിക്കുന്നവരെ ആരാണെങ്കിലും സ്വകാര്യമായിട്ട് അവരോട് പറയുക, അള്ളാഹു കാണുന്നു ഇത്. അതായിരുന്നു റസൂലുള്ളാഹിയുടെ ശൈലിയും റസൂലുള്ളാഹിന്റെ സ്വഭാവവും. എനിക്ക് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്ന വ്യക്തിയുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളുകയല്ല മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. മറിച്ച് അവനെ ഇരുത്തി, നീ ഇരിക്ക്,
അവനോട് പറയുന്നു, നീ വ്യഭിചരിക്കണമല്ലേ? നിന്റെ പെങ്ങളെ ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നീ ഇഷ്ടപ്പെടുകയോ? അത് ആ സഹോദരൻ പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ പെങ്ങളെ ഒരാളാ നിലക്ക് ഉപയോഗിക്കുന്നത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. മോനെ, നീ ഒരു സ്ത്രീയെ വ്യഭിചരിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ പെങ്ങളാണത്, ഒരു വ്യക്തിയുടെ പെങ്ങളാണത്. നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമാകുമോ? ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നീ വ്യഭിചരിക്കുന്നത് ഒരു ഉമ്മയെ ആയിരിക്കാം, ഏതെങ്കിലും ഒരാളുടെ ഉമ്മയെ ആയിരിക്കും. നിന്റെ മോളെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാകുമോ? നിനക്കില്ല എങ്കിൽ നീ വ്യഭിചരിക്കാൻ പോകുന്നതും ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മകളെയാണ് എന്ന് അയാളെ തിരുത്തുന്നു. നിന്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിക്കുന്നത് സഹിക്കാനൊക്കുമോ നിനക്ക്? ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നീ വ്യഭിചരിക്കാൻ പോകുന്ന സ്ത്രീ ഒരുപക്ഷെ ഒരാളുടെ ഭാര്യയായിരിക്കാം. അയാൾക്കത് മതി, അയാൾക്ക് ആ ചികിത്സ മതി. സഹോദരങ്ങളെ, ഈ നിലക്കാണ് ഏത് വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒരൽപ്പം ശാന്തമായി അയാൾ ഉപദേശിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവത്തിൽ ഇത് അങ്ങോളം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ അത്രമാത്രം ലോലമായിരുന്നു, പട്ടിനേക്കാൾ ലോലമായ കൈകളായിരുന്നു അവിടുത്തെ റസൂലിൻ്റെ കരങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഞാൻ 10 സനവാത്ത് 10 കൊല്ലം അവിടുന്ന് ഖിദ്മ എടുത്തു. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാ അനസ ഇത് ചെയ്തത് എന്ന്. ഞാനൊരു കാര്യം ചെയ്യാതിരുന്നാൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാ അനസെ ഇത് ചെയ്യാത്തത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. പലപ്പോഴും എന്നെ അങ്ങാടിയിലേക്ക് വിടും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി. മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണെന്ന് അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്തായിരിക്കും എൻ്റെ കളിക്കൂട്ടുകാർ കളിക്കളത്തിൽ കളിക്കുന്നത് ഞാൻ കാണുന്നത്. അവരോടൊപ്പം ഞാനും കളിക്കും. കുറേ സമയം കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അതിലൂടെ വരും. കാരണം എന്നെ നേരത്തെ പറഞ്ഞയച്ചതാണ്. ആ കാര്യം നടക്കാതെ വരുമ്പോൾ അതിലൂടെ റസൂലുള്ള വരുമ്പോൾ കളിക്കളത്തിൽ വെച്ച് ഞാൻ റസൂലുള്ളയെ കാണുമ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ റസൂൽ എന്നെ പറഞ്ഞയച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണല്ലോ, ഞാനത് മറന്നല്ലോ. പക്ഷേ ആളുകളൊക്കെ എന്താ അനസേ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ച് നീ അത് ചെയ്യാതിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തുകയാണ്, അനസിനോട് ഒന്നും പറയരുത്, അള്ളാഹു അത് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അനസ് അത് ചെയ്യുമായിരുന്നു. മറുത്ത ഒരു വാക്ക് പോലുമില്ല, ഒരു വാക്കില്ല. അള്ളാഹിൻ്റെ ഖളാ ആണ് അവിടെ സംഭവിച്ചത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളോട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഭാര്യയോട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഭർത്താവിനോട് പെരുമാറ്റം, മാതാപിതാക്കളോടും കൂട്ടുകാരോടും ആങ്ങളപെങ്ങന്മാരും അയൽപക്കക്കാരും എല്ലാവരോടും അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമുഖത്തല്ലാതെ ഒരാളോടും പ്രതികാരം കാണിച്ചിട്ടില്ല. ഒരാളോടും യുദ്ധത്തിലാണ്, അതിൽ പോലും മര്യാദകൾ പഠിപ്പിക്കുന്നു അല്ലേ? ഏത് നിലക്കാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തിപരമായി തന്നെ ഉപദ്രവിച്ച ആരോടാ അല്ലാഹുവിൻ്റെ റസൂൽ പകരം വെട്ടിയത്? എല്ലാത്തിനും അവസരം കിട്ടി. ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു അല്ലേ? അവിടെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു, അടിച്ചു, വേദനിപ്പിച്ചു, കഅബയിൽ കെട്ടിയിട്ടു. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്നു. എങ്ങനെ അധികാരങ്ങൾ പേറിക്കൊണ്ട് മക്കയിലേക്ക് വരുമ്പോഴും എല്ലാവരും വിചാരിച്ചു ഇന്നിവിടെ രക്തം ചൊരിയുന്ന ദിവസമാണ് എന്ന്. അത്രത്തോളം കരുണ കിട്ടിയ ഒരു ദിവസം മക്കക്കാർക്കില്ലായിരുന്നു. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. ഒരാളോടും പകരം വീട്ടുന്നില്ല അല്ലേ? ഹംസയെ കൊന്ന ഹിന്ദിനോട് പോലും പകരം വീട്ടിയിട്ടില്ല. തൻ്റെ അടിമയെ അഥവാ ഹിന്ദ് തൻ്റെ അടിമയായ വഹ്ഷിയെ വിട്ടുകൊണ്ട് ചാട്ടുളി പ്രയോഗത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന് ആ കരൾമാല പറിച്ചെടുത്ത് അത് തോളിലിട്ട് നൃത്തം ചെയ്ത ഹിന്ദ് മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോഴും ഹിന്ദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം വീട്ടിയിട്ടില്ല. ഹിന്ദേ, എൻ്റെ മുഖത്ത് നിന്ന് എൻ്റെ കാഴ്ചപ്പരിധിയിൽ നിന്ന് ഒന്നപ്പുറത്തേക്ക് മാറി നിൽക്കുക, എനിക്ക് ഹംസയെ ഓർമ്മ വരുന്നു എന്ന് സങ്കടം പറയുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ? ആരോടാ പകരം വീട്ടിയത്? തനിക്ക് വിഷം തന്ന് കൊല്ലാൻ വന്ന ജൂതസ്ത്രീയും മുസ്ലിമായപ്പോൾ ആ സ്ത്രീയോടും ചോദിക്കുന്നു, എന്തിനാ നീ എന്നെ അന്ന് കൊല്ലാൻ നോക്കിയത്? കാരണം പറയുന്നു. പക്ഷേ പകരം വീട്ടുന്നില്ല. തായിഫുകാരോട് പകരം വീട്ടുന്നില്ല.
ഇത് അമ്പിയാക്കളുടെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, ചില അമ്പിയാക്കൾ അവരൊക്കെ അവരുടെ സമുദായത്തിലേക്ക് ദീനീ ദഅവത്തുമായി പോയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ സമൂഹം ആക്രമിച്ച് നെറ്റിയിൽ ചോര വരുമ്പോൾ ചില നബിമാർ ആ രക്തമിങ്ങനെ തുടച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, പുറത്തു കൊടുക്കുന്നതാ എൻ്റെ ജനതക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇതാണ് സഹോദരങ്ങളെ അമ്പിയാക്കൾ നമ്മൾക്ക് കാണിച്ചു തന്ന മാർഗം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് കാണിച്ചു തന്ന മാർഗം. തെറ്റുകൾ ചെയ്ത വ്യക്തികളോട് പോലും മാപ്പ് കൊടുക്കാനും നല്ല സ്വഭാവത്തിൽ വർത്തിക്കാനും ഏത് രംഗത്തും നല്ല രീതിയിൽ ജീവിക്കാനും. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബജീവിതം നയിക്കുന്ന ആണിനോടും പെണ്ണിനോടും സ്വഭാവ രംഗത്ത് നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാർ, ലാ യഫ്റുഖു മുഅ്മിനും മുഅ്മിന, ഒരാണും ഒരു പെണ്ണിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കരുത്. ആ പ്രയോഗം അങ്ങനെയാ, ലാ യഫ്റുഖു മുഅ്മിനും മുഅ്മിന, ഒരു ഭർത്താവും ഭാര്യയെ ഇങ്ങനെ ചൊറിയരുത്. എപ്പോഴും കുത്തി സംസാരിക്കുക, അല്ലേ, എപ്പോഴും വേദനിപ്പിച്ച് സംസാരിക്കുക. മനസ്സിൽ പുറത്ത് കാണുമ്പോൾ ഒന്നും ഉണ്ടാകില്ല, പക്ഷെ ആ വാക്ക് അമ്പിനേക്കാൾ ശക്തമായിരിക്കും. അത് നിങ്ങൾ ചെയ്യരുത്. ആ സ്ത്രീയിൽ ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ശൈഅ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ആ സ്ത്രീയിൽ നിങ്ങൾ ഏതെങ്കിലും നിലക്ക് മോശപ്പെട്ട സ്വഭാവം കാണുന്നുവെങ്കിൽ അല്ലാഹ് പറയാണ് ഖുർആനിൽ, അതിനേക്കാൾ ഖൈർ ആ സ്വഭാവത്തിൽ അവർക്കുണ്ടാകും. വാശിയുള്ളവളാണോ, ദേഷ്യമുള്ളവളാണോ, ഇന്ന ചില രീതികളൊക്കെ ഉള്ളവളാണോ, ആ സ്വഭാവം കൊണ്ട് ഒരുപാട് ഖൈർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ചൊറിയരുത്. അതുപോലെ സ്ത്രീയോടും പറഞ്ഞു, നല്ല സ്ത്രീ എന്ന് പറയുന്നത്, നല്ല ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെ നോക്കുമ്പോഴത്തേക്ക്, താൻ ഭർത്താവിൻ്റെ മുമ്പിൽ പെടുമ്പോഴത്തേക്ക്, നിന്നിലേക്ക് ഭർത്താവ് നോക്കുമ്പോഴത്തേക്ക് ഭർത്താവിന് സന്തോഷം ലഭിക്കുന്നു, അല്ലേ, വിട്ടു പോകുമ്പോൾ ആനന്ദം ലഭിക്കുന്നു, അല്ലേ. ഇത് രണ്ടും ആണും പെണ്ണൊക്കെ മനസ്സിലാക്കിക്കോ. ഭർത്താവ് വരുമ്പോൾ എന്തോ ഭീകരജീവി വരുന്നത് പോലെ ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നു ഇന്നിൻ്റെ ലോകത്ത്. വീട്ടിലേക്ക് പോകുമ്പോൾ ഏതോ തടവറയിലേക്ക് പോകുന്നത് പോലെ ഭർത്താവിനും തോന്നിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? സ്വഭാവരംഗത്താണ് ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ, മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ 5 നേരങ്ങളിൽ നമസ്കരിക്കുന്ന ആളുകളിൽ പോലും സംഭവിക്കുമ്പോൾ എവിടെയാണ് നമ്മൾക്ക് അബദ്ധങ്ങൾ വന്നത് എന്ന് ഏത് സമയത്ത് നമ്മൾ പഠിച്ചു വെച്ചോ. ഏത് സമയത്തും എല്ലാവരോടും ഉത്തമരായി വിനയത്തോടുകൂടി പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. മാപ്പ് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഒരാൾക്ക് മുമ്പിൽ ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ, എന്നോട് അക്രമം കാണിച്ച, എന്നോട് അനീതി കാണിച്ച ഒരാളുടെ മുമ്പിൽ പകരം ചെയ്യാതെ, പ്രതികാരം ചെയ്യാതെ അവർക്കൊന്ന് മാപ്പ് കൊടുത്താൽ നീ തോൽക്കില്ല. പിശാച് പറയും, പകരം വീട്ടിക്കോ, കിട്ടിയ അവസരമാണിത്, വേണ്ട, ഒരു അടിമയെങ്കിലും ഒരടിമക്ക് മാപ്പ് കൊടുത്താൽ അതുകൊണ്ട് അവൻ്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാതിരിക്കില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾക്ക് വേണ്ടത്. ആരുടെ മുമ്പിലും വലിയ ആളാകണ്ട, അള്ളാഹിൻ്റെ മുമ്പിൽ മതി. ദുനിയാവിൽ ഒരൽപ്പം താഴ്ന്നു കൊടുത്താലും അള്ളാഹ് ഇസ്സത്ത് വർദ്ധിപ്പിക്കുമെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനം മതി. ഹബീബിൻ്റെ കൂടെ ഇരുന്നാൽ മതി. എൻ്റെ നന്മയുടെ മീസാനിൽ എൻ്റെ കനം തൂങ്ങാൻ എൻ്റെ സ്വഭാവം ഏറ്റവും ഉപകരിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഹ്മുറഹീമിനായ നാഥൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ദുൽഖഅദ 23 ഇൻഷാ അല്ലാഹ്. അടുത്ത സമയം ആഴ്ച എത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദുൽഹജ്ജ് മാസം ഒരുപാട് പവിത്രതയുള്ള മാസമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് അടുത്ത ആഴ്ച. ഇന്ന് സൂചിപ്പിക്കാൻ കാരണം, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് ഉളഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ അത് ചെയ്യേണ്ടതാണ്. ബലിപെരുന്നാൾ അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ഒരുപാട് കർമ്മങ്ങളുമായി, അള്ളാഹുവിലേക്ക് അദ്ദേഹം സമർപ്പിച്ച ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം കാണുന്ന സ്വപ്നം മോനെ അറുക്കണമെന്നതാണ്. അത് മോനോട് പറഞ്ഞപ്പോൾ
അല്ല പറഞ്ഞതുപോലെ ചെയ്തോ എന്ന് മോനും പറയുന്നു. മിനയിൽ പോയി ചെരിച്ചു കിടത്തി അറുക്കാൻ നോക്കുമ്പോൾ അല്ല പകരമായിട്ടൊരാടിനെ നൽകുന്നു. സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ഇബ്രാഹിം നബിയെ പുകഴ്ത്തിയെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഹദിയും ഫിദിയയും പെരുന്നാൾ ആഘോഷിക്കുന്നവർ, ഹജ്ജിന് പോകാത്ത പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾക്ക് ഉൽഹിയത്ത് കർമ്മവും അല്ലാഹു തആല നമ്മൾക്ക് ശറഇൽ നമ്മൾക്ക് സുന്നത്താക്കുകയാണ്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ആടിനെ അറുക്കാൻ തീരുമാനിക്കുന്ന ആളുകൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരാട് മതി. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാടിനെ എനിക്ക് സ്വന്തമായിട്ട് അറുക്കാം, അതിൽ 7 ഷെയർ ഇല്ല. എന്നാൽ എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി എനിക്ക് നിയ്യത്ത് വെച്ച് ഒരാടിനെ ഉളുഹിയത്ത് അറുക്കാൻ എനിക്ക് നിയ്യത്താക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആടല്ലാത്ത മറ്റാണ് ഒട്ടകങ്ങളോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളാണ് നാം ഇതിന് ഉളുഹിയത്തിന് വേണ്ടി നിയ്യത്താക്കുന്നതെങ്കിൽ 7 ആൾക്ക് വരെ ഷെയർ പോകാം. എൻ്റെ ഷെയറിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് നിയ്യത്താക്കാം. ഇങ്ങനെ ഉളുഹിയത്ത് ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇതാ അറാദ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണ് ഉളുഹിയത്ത് അറുക്കാൻ, അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നഖം എടുക്കാതിരിക്കട്ടെ, മുടി എടുക്കാതിരിക്കട്ടെ, തൻ്റെ മുടിയോ നഖമോ ഒന്നും എടുക്കാതിരിക്കട്ടെ. അഥവാ ഹജ്ജിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ പാലിക്കുന്നുവോ അതുപോലെ റസൂലുള്ളാഹി പറയാണ്, നഖങ്ങളും മുടിയും ഒന്നും എടുക്കാതിരിക്കട്ടെ അവർ. കുടുംബത്തിലെ എല്ലാവരും വേണ്ട. ഇപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനുമാണ് നിയ്യത്താക്കിയതെങ്കിൽ ആ ഗൃഹനാഥൻ അയാൾ മാത്രം ഈ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു പോത്തിറക്കാൻ 7 ആളുകളാണ് നിയ്യത്താക്കി, 7 ആളുകൾ ഷെയറോടുകൂടിയാണ് ഒന്നിനറുക്കുന്നതെങ്കിൽ ആ 7 ആളുകളും ഇതുപോലെ തന്നെ മുടിയും നഖവും എടുക്കാതിരിക്കണം. അത് ദുൽഹജ്ജ് 1 മുമ്പേ തന്നെ നമ്മൾ ഇതിലേക്ക് നിയ്യത്താകുകയാണെങ്കിൽ, ഒന്നാകുമ്പോൾ അത് മുതൽ നമ്മളത് ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾ ദുൽഹജ്ജ് 2, 3, 4, 5 ആ സമയത്തൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ നിയ്യത്താക്കാം. ഇപ്പോൾ സാമ്പത്തികമായി അത്ര ഇല്ലെന്ന് വിചാരിക്കുന്നു, ദുൽഹജ്ജ് 2 ആകുമ്പോഴോ 3 ആകുമ്പോഴോ നമ്മൾ ചിന്തിക്കുന്നു ഇപ്പോൾ എനിക്ക് കഴിയും. അപ്പോഴാണെങ്കിൽ എപ്പോഴാണോ അയാൾ നിയ്യത്താക്കുന്നത് ആ സമയം മുതൽ അറുക്കുന്നത് വരെ നഖമോ മുടിയോ എടുക്കാൻ പാടില്ല. പെരുന്നാളിന് അന്നാണ് അറുക്കേണ്ടത്. അന്ന് അറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയ്യാമത്ത് തശ്രീക്കിൻ്റെ ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളിൽ 13-ന് മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് ഇത് അറുത്ത് ആ നിലക്ക് മാംസങ്ങൾ വിതരണം ചെയ്യണം. 1/3 സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമ്മൾക്ക് സൂക്ഷിക്കാം, മറ്റുള്ള ഭാഗങ്ങൾ വിതരണം ചെയ്യണം. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വിശദമായി പറയും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും അങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ ഈ സമയമെത്തുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പവിത്രമായ അതല്ലെങ്കിൽ ഏറ്റവും അഫ്ളലായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. ഇത്രത്തോളം അല്ലാഹുവിൻ്റെ അടുക്കൽ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഇത്രത്തോളം പടച്ച റബ്ബിൻ്റെ അടുക്കൽ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള അമൽ, ശ്രേഷ്ഠതയിലേക്ക് എത്തുന്ന അമൽ വേറൊരു ദിവസങ്ങളിലുമില്ല, അല്ലേ? ഈ 10 ദിവസങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാക്കേണ്ട ദിവസങ്ങളാണ്. സഹാബികൾ ചോദിച്ചു, റസൂലേ, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ ഈ ദുൽഹജ്ജ് 10 ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ? റസൂലുള്ളാഹി പറഞ്ഞു, ജിഹാദിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. ഒരാൾ ജിഹാദിന് പോകുന്നു, തൻ്റെ ധനം തൻ്റെ ശരീരം ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, അയാൾ അതിൽ ഷഹീദായി. അത്രയില്ല. എന്നാൽ ജിഹാദിന് പോയി തിരിച്ചു വരുന്ന വ്യക്തികളുണ്ടല്ലോ, അവരെക്കാൾ പോലും ശ്രേഷ്ഠതയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയാണ്, റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ ഖൈറ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണോ ഖൈറ്? പണ്ഡിതന്മാർ പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ് ഖൈറ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പകലുകളാണ് ഖൈറ്, അല്ലേ? അതുകൊണ്ട് നോമ്പ് അധികരിപ്പിക്കുക, സ്കാരങ്ങൾ അധികരിപ്പിക്കുക. അബൂ ഹുറൈറയും അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഒക്കെ ദുൽഹജ്ജ് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ തക്ബീറുകൾ ഇങ്ങനെ ചൊല്ലുമായിരുന്നു. അവർ മിനയിലേക്ക് പോയി ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു, അങ്ങാടിയിൽ പോയി ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെയൊക്കെ തക്ബീർ കേട്ട് ജനങ്ങളും തക്ബീർ ചൊല്ലുമായിരുന്നു.
അതുകൊണ്ട് ദുൽഹജ്ജ് 1 മുതൽ നമ്മൾക്ക് തക്ബീർ ജലാം ആമ്മായിക്കൊണ്ട് ആ നിലക്കുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.